ഞങ്ങളിന്ന് ആദ്യകാലങ്ങളിൽ വന്ന കത്തുപാട്ടിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. കത്തുപാട്ടിൻ്റെ കാര്യം പറയുമ്പോൾ പൊതുവേ എല്ലാവർക്കും ഒരു ധാരണ ഉള്ളതെന്ന് വെച്ചാൽ എസ് എ ജമീലാണ് കത്തുപാട്ടിന് തുടക്കം കുറിച്ചതെന്നാണ് എന്നോട് തന്നെ ചില ആൾ ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു ആ മുമ്പ് ഞങ്ങളൊരു വീഡിയോ ചെയ്ത സമയത്ത്. എന്നാൽ എസ് എ ജമീലിൻ്റെത് ഒന്നായിട്ട് വന്നത് ആദ്യമായിട്ട് ദുബായ് കത്തുപാട്ടാണ്. ആ എസ് എ ജമീൽ പാടിയ ആ കാലത്ത് തന്നെ വേറെ ചാവക്കാട് റഹ്മാൻ ചാവക്കാടും കത്തുപാട്ട് അതേ 78, 79, 78 പാടിയിട്ടുണ്ട്. പക്ഷെ കത്തുപാട്ടിൻ്റെ തുടക്കം പറയുമ്പോൾ നമുക്ക് ആദ്യം വന്നത് ആദ്യമായിട്ട് കത്തുപാട്ട് അത് കത്തുപാട്ടിൻ്റെ തുടക്കം പറയാന്ന് പറഞ്ഞാൽ കത്തുപാട്ടിൻ്റെ തുടക്കം നമ്മൾക്ക് ആരെക്കൊണ്ടും പറയാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ കത്തുപാട്ടിൻ്റെ തുടക്കം ഉണ്ടായത് ഇന്നും നിലയും അല്ലെങ്കിൽ ഒരു 100 വർഷം മുമ്പല്ലേ, അതായത് മുമ്പേ കത്തുപാട്ടുണ്ടായിട്ടുണ്ടല്ലോ. കത്തുപാട്ടിന് പണ്ട് കാലങ്ങളിൽ കത്തിൽ കൂടെ ആയിരുന്നു വന്ന് കാവ്യരൂപത്തിലായിരുന്നു കത്തുകൾ അയച്ചിരുന്നത് എന്നൊക്കെ പല ആളുകളും പണ്ട് കാലമാണ് പറഞ്ഞു കേട്ടിരുന്നു. പല ലേഖനത്തിൽ കൂടി വായിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ റെക്കോർഡിൽ വന്ന ആദ്യത്തെ കത്തുപാട്ടിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. റെക്കോർഡിൽ ആദ്യമായിട്ട് കത്തുപാട്ട് പാടിയത് ആക്കപ്പറമ്പിലുള്ള നമ്മളെ മലപ്പുറം ജില്ലയിലെ ആക്കപ്പറമ്പിലുള്ള കുഞ്ഞിക്കമ്മദ്കാർക്കാണ് ആദ്യം കത്തുപാട്ട് പാടിയത്. ആ കത്തുപാട്ടിൻ്റെ പാടിയതിന് ശേഷം പിന്നീട് വന്നതും കുറ്റിപ്പില അഹമ്മദ് കുട്ടി കണ്ട് കണ്ട് കൗതുകം തീരാതെ വീഴ്ചയിലായി എന്നൊരു പാട്ട് കുറ്റിപ്പിലാൻ പാടിയിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ കത്തുപാട്ട് വന്നത് MP മുഹമ്മദ് കൊണ്ടോട്ടിയിലുള്ള പാട്ടുകാരൻ. അദ്ദേഹത്തിൻ്റെ ആണ് വന്നിട്ടുള്ളത്. ആ MP മുഹമ്മദിൻ്റെ മധേരപ്പും കാവകത്ത് എന്ന പാട്ട് ഷോർട്ടായിട്ട് ഞങ്ങളെ യൂട്യൂബിൽ സൗണ്ട് ഓഫ് കോഡ് യൂട്യൂബിലുണ്ട്. പിന്നെ അതിന് ശേഷം വന്നത് എനിക്ക് പറയാൻ കഴിയാത്തൊരാളുണ്ട്. ആ ആളെ പാട്ട് ഞാൻ ആദ്യം നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ആ ആളെ പറ്റി പറയുകയാണെങ്കിൽ ആളെ പറ്റി എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ പിന്നെ റെക്കോർഡ് എൻ്റെ കയ്യിൽ ഈ മുമ്പ് ഞാൻ 1980 കാലങ്ങളിൽ റെക്കോർഡ് ചെയ്ത് വെച്ചതാണ്. പക്ഷെ അക്കാലത്ത് റെക്കോർഡ് ചെയ്ത് വെച്ച സമയത്ത് ആ റെക്കോർഡുകളൊക്കെ ഇവിടെ വീട്ടിലുള്ള സമയത്ത് കൊടുവള്ളിയുള്ള ഒരു ഹാജിയർ നമ്മളെ വീട്ടിൽ ഞാൻ വരട്ട് വെച്ച് വന്നു. അയാളെ കയ്യിലൊരു സഞ്ചി ബാഗ് അതുണ്ടായിരുന്നു. അങ്ങനെ അയാൾ വരില്ലേ എന്നുള്ള നിലയ്ക്ക് ഞാൻ അന്ന് എൻ്റെ റെക്കോർഡുകൾ ഏകദേശം ഒരു 300 ചില മലയാള റെക്കോർഡുകൾ ഞാൻ അന്ന് ബെഡിൽ നിരത്തി വെച്ചു. ഒരു ബെഡിൽ അദ്ദേഹത്തിന് ഞാൻ കേൾപ്പിക്കാൻ വേണ്ടി, അതായത് എൻ്റെ ശേഖരം ഒന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ആന്ത അതും കൂടി എൻ്റെ മനസ്സിലപ്പം ഉണ്ടായിരുന്നു അറിയാം. ശരിക്കും അത് അയാൾ ഇരുന്നു അയാളുടെ സഞ്ചി ബാക്കിൽ വെച്ച് ഞാൻ ഈ പാട്ടിങ്ങനെ റെക്കോർഡ് വെച്ച് പാടിക്കുന്ന സമയത്ത് ഇയാൾ എന്താ ചെയ്ത് വെച്ചാൽ റെക്കോർഡുകളൊക്കെ വല്ല പിന്നെ കൂടി സഞ്ചിക്ക് ഇങ്ങനെ കുറച്ചായിട്ട് മാറ്റി അതിൽപ്പെട്ട അങ്ങനെ ഒരു 10-20 റെക്കോർഡോളം അന്ന് അത് ഇന്ന് കൊണ്ടുപോയില്ല. പക്ഷെ എനിക്കറിയാൻ കഴിഞ്ഞില്ല. അതിൽപ്പെട്ട പാട്ടായതുകൊണ്ടാണ് ഈ പാടിയ ആളാരാണെന്ന് എനിക്ക് പറയാൻ കഴിയാത്തത്. ആ റെക്കോർഡുകൾ നഷ്ടപ്പെട്ടല്ലേ. അപ്പോൾ ആ പാട്ടിലേക്ക് ഞാൻ കൽപ്പിച്ചു തരാം. യശംകോയ പാടിയ ഒരു പാട്ടുണ്ടല്ലോ, അരിമുല്ലപ്പൂ മണം നല്ലോടെ, അതും കത്തുപാട്ടിൻ്റെ ഗണത്തിൽപ്പെട്ട തന്നെയാണ്. പിന്നീട്
ജൊറാബായി പാടിയ കൈരളിനാലെ എന്നുള്ള പാട്ട്, അതും കത്ത് പാട്ടാണ്. അത് ഞങ്ങളുടെ യൂട്യൂബിലുണ്ട്. ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ അതിന് ശേഷം പിന്നെ കുറേ കത്ത് പാട്ടുകൾ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും എൻ്റെ ഓർമ്മയിലില്ല. റെക്കോർഡുകൾ ഇവിടെ പലതും ഇവിടെ ഉണ്ട്. ഇനി കേൾപ്പിക്കാൻ പോകുന്ന ഈ പാട്ടാണ് കുഞ്ഞിക്കമ്മതൊക്കെ പാടിയത്. ആക്കപ്പറമ്പിലെ ആദ്യം വന്ന കത്തുപാട്ട് അദ്ദേഹം പാടി. പക്ഷെ അതും പിന്നെ ഭർത്താവിന് ഭാര്യ എഴുതുന്ന ഒരു കത്താണ്. പക്ഷെ ഇതിൽ പറയുന്നത് പാട്ട് എന്നാണ്. പക്ഷെ അത് കത്തുപാട്ടാണ്. റെക്കോർഡ് ക്ലിയർ കമ്മിയാണ്. കുറഞ്ഞ ക്ലിയറേ ഉള്ളത്. ഫ്രഷ് അല്ല. കാരണം റെക്കോർഡിന് കുറഞ്ഞൊരു ക്രാച്ച് വന്നിട്ടുണ്ട്. ഫുള്ള് ക്ലിയറിൽ കേൾക്കുക. ഇതാണ് ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ പറയുന്നത്. മുസ്ലിമായ ഭർത്താവിനെ കാണാതെ ഒരു സന്താപത്തിൽപ്പെട്ട് ഒരു സ്ത്രീ പാടിയത്.